പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് 6180 ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 28/7/2025 അതായത് ജൂലൈ 28 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതായത് സിഗ്നലിന് 183 ഒഴിവുകളും ടെക്നീഷ്യൻ ഗ്രേഡ് 3 6055 ഒഴിവുകളും, അങ്ങനെ മൊത്തത്തിൽ 6180 ഒഴിവുകളാണ് ഈ രണ്ട് കാറ്റഗറിയിലേക്കും ഒഴിവുകൾ വന്നിരിക്കുന്നത്. അതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 18 മുതൽ 33 വയസ്സ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3 18 മുതൽ 30 വയസ്സ് വരെയുമാണ് പ്രായപരിധി. നിയമങ്ങളനുസരിച്ചിട്ട് SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവുമുണ്ട് പ്രായപരിധിയിലെ ഇളവ്. ഇനി യോഗ്യത, രണ്ട് തസ്തികയിലേക്കും യോഗ്യത എല്ലാം സെയിം തന്നെയാണ്. മാട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പ്ലസ് ITI, ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ITI സർട്ടിഫിക്കറ്റ്, കോഴ്സ് പൂർത്തിയാക്കിയ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. പിന്നെ ആപ്ലിക്കേഷൻ ഫീ UR ഓർ OBC ഓർ EWS ഈ കാറ്റഗറിക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വുമണിന് അതായത് ഫീമെയിലിന് 250 രൂപയുമാണ് ഫീസ്. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. സെലക്ഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ആണ്. പിന്നെ രേഖാ പരിശോധന അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ പരിശോധന, ഈ മൂന്ന് രീതിയിലുമാണ് സെലക്ഷൻ പ്രോസസ്സ് ഉള്ളത്. അപേക്ഷിക്കേണ്ട രീതി ഔദ്യോഗിക വെബ്സൈറ്റായ www.rrbchennai.gov.in എന്ന സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക. അപ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വിദ്യാഭ്യാസം, പിന്നെ പേഴ്സണലായിട്ടുള്ള അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ എല്ലാവരും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം പൂരിപ്പിക്കാനിരിക്കുക. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്, തൊഴിൽ റിക്രൂട്ട്മെൻറ്റ് ഫോട്ടോ 20 KB മുതൽ 50 KB വരെയുള്ള JPG ഫോർമാറ്റിലാണ്. സിഗ്നേച്ചർ 10 KB മുതൽ 20 KB വരെയുള്ള JPG ഫോർമാറ്റിൽ. പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, അതിൻ്റെ കോപ്പിയാണ് വേണ്ടത്. പിന്നെ അപേക്ഷാ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക. അത് ഫീസ് വേണ്ടവർ മാത്രം ഫീസ് അടയ്ക്കുക. പിന്നെ ഇതെല്ലാം ശരിയാണെന്ന് ഒന്നും കൂടി ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിക്കണം. ലാസ്റ്റ് ഡേറ്റ് 28 ജൂലൈ 28 അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സൈറ്റാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്നത്. കുറേ പേജുകൾ അടങ്ങിയ സൈറ്റാണ്. 70ഓളം പേജുകളുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ എടുക്കാനായിട്ട്. ഇതിൽ നമ്മളുടെ കാറ്റഗറി എന്താണെന്ന് നോക്കാം. നെയിം ഓഫ് പോസ്റ്റ്, എൻ്റെ സ്ഥലത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അത് 183 ഒഴിവുകൾ. പിന്നെ താഴോട്ടെല്ലാം മറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പല കാറ്റഗറീസുമാണ്. ട്രാക്ക് മെഷീൻ, ബ്ലാക്ക് സ്മിത്ത്, ബ്രിഡ്ജ്, കാരിയേജ് ആൻഡ് വാഗൺ, ഡീസൽ തുടങ്ങി താഴോട്ട് എല്ലാം ഉണ്ട്. അതിൻ്റെ നേരെ അതിൻ്റെ വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ടോട്ടൽ വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത് 6238 ഇതിൽ വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത്.
ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 28/7/2025 രാത്രി 11:59 വരെയാണ്. 11:59 വരെയാണ്, 59 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/7/2025 ഇനി മോഡിഫിക്കേഷൻ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/8/2025 മുതൽ 10/8/2025 വരെ സമയമുണ്ടാകും. സൈറ്റ് ഓപ്പൺ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓരോ ലെവലുകളും ടോട്ടൽ വേക്കൻസീസ് ആദ്യത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ 183, ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെ 6055, അങ്ങനെ ടോട്ടൽ 6238 സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇരിക്കാനായിട്ട്. അതിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അഫിഡാവിറ്റ് തുടങ്ങി എല്ലാം സൈൻ ചെയ്ത് ചെയ്യാനുള്ളതെല്ലാം ഈ സൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ്, ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് പൂരിപ്പിക്കുക. ഇതിൽ ഫോർമാറ്റ് ഓഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ SC/ST കാൻഡിഡേറ്റ്സിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെല്ലാം പൂരിപ്പിച്ച് സൈൻ ചെയ്യുക. അത് ആവശ്യമായ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കുക വേണം. ഇതിൽ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അടുത്തത് ഫോർമാറ്റ് ഫോർ OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് പൂരിപ്പിച്ച് അതോറൈസ്ഡായ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓർ എനി അതർ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ ഒപ്പും സീലും ഡേറ്റ് എല്ലാം വേണം. അടുത്തത് സെൽഫ് ഡിക്ലറേഷൻ ബൈ OBC NCL കാൻഡിഡേറ്റ്സിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ സ്വയം പൂരിപ്പിച്ച് ഒപ്പിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ്. അതും ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ചെയ്യാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ EWS എക്കണോമിക്കൽ ബാക്ക്വേർഡ് ക്ലാസ് EBCയുടെ ആണ്. ഡിക്ലറേഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതും ഓതറൈസ്ഡായ ഒരു ഗസ്റ്റഡ് ഓഫീസറിൻ്റെ സൈനും സീലെല്ലാം വേണം. അടുത്ത നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മെഡിക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അടുത്ത നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മെഡിക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. 2 ഉണ്ട് ഡിസബിലിറ്റിയുടെ. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫോർ യൂസിങ് സ്ക്രൈബ് ഉള്ളവർക്കുള്ള അണ്ടർടേക്കിംഗ് ആണ്. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ബൈ ദ പേഴ്സൺ ഹാവിംഗ് ദ ലെസ് ദാൻ 40% ഡിസബിലിറ്റീസ് ആൻഡ് ഹാവിംഗ് ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ്. സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ഫിസിക്കൽ ലിമിറ്റേഷൻ ഇൻ ആൻ എക്സാമിൻ ടു റൈറ്റ്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക. വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് കോപ്പീസ് എല്ലാനും എൻക്ലോസ് ചെയ്തിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.